ഓം ശ്രീ മഹാദേവ്യേ നമ. ആറ്റുകാലംബികാം ദേവീം ധ്യായാമോ ഭുവനേശ്വരീം ധിയോ യോ ന പ്രചോദയാത്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. നമ്മ വീടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം മാർച്ച് 5-ാം തീയതി കാപ്പുകെട്ടി കുടിയിരുത്തുന്നു. 13-ാം തീയതിയാണ് എല്ലാവരും കാത്തിരിക്കുന്ന അമ്മയുടെ പൊങ്കാല 10:30-ക്ക് തീ കൊളുത്തുന്നതാണ്. അപ്പോൾ എല്ലാ വർഷവും പൊങ്കാല ഇടുന്നവരാണ് നമ്മളൊക്കെ തന്നെ, ഞാൻ ഉൾപ്പെടെ. എനിക്ക് അറിവായ നാൾ മുതലേ പൊങ്കാലയ്ക്ക് അമ്മയോടൊപ്പം പോവുകയും ക്ഷേത്രത്തിൽ എനിക്ക് താലപ്പൊലിയൊക്കെ എടുത്തിട്ടുള്ളതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് ഓരോ വർഷത്തെ പൊങ്കാലയും ഓരോ പുതുമയാണല്ലേ. ഓരോ മനസ്സിനും ഏത് ഉത്സവത്തെക്കാളേറെ നമുക്ക് ആറ്റുകാൽ പൊങ്കാല ഒരു മഹോത്സവം തന്നെയാണ്. പ്രത്യേകിച്ചും അനന്തപുരിവാസികൾക്ക് അല്ലേ. പുറത്തുള്ളവരെല്ലാം തന്നെ പലരും ബന്ധുവീട്ടുകളിലും അല്ലാതെ ട്രെയിനിലും ഒക്കെ ഒത്തിരി പേര് തനിയെയൊക്കെ വന്നിടുന്നവരുണ്ട്. പൊങ്കാല അർപ്പിക്കാൻ ആഗ്രഹമുള്ളവർക്കെല്ലാം തന്നെ ഈ വർഷം 13-ാം തീയതി വന്ന് പ്രാർത്ഥിച്ച് അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ച് പൊങ്കാല സമർപ്പിക്കുക. അപ്പോൾ ഈ പൊങ്കാല മഹോത്സവത്തെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ഐതിഹ്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പിന്നെന്താ, ഏറ്റവും കൂടുതലും സ്ത്രീകൾ അർപ്പിക്കുന്ന ഒരു ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു ആത്മസമർപ്പണം ആണ് പൊങ്കാല. അത് ഈ ചൂട് സമയത്ത് ചൂടൊന്നും നമുക്ക് ഒരു ബാധകമേ അല്ല എന്നുള്ള രീതിയിലാണല്ലേ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്നുണ്ടല്ലേ. സ്ത്രീകളുടെ ശബരിമല എന്ന് തന്നെ പറയുന്ന ഗിന്നസ് ബുക്ക് റെക്കോർഡാണ് കേട്ടോ അവിടുത്തെ പൊങ്കാലയെ പറ്റി. അപ്പോൾ നമുക്കതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറയാം. മഹാത്മ്യം അല്ല, അതിൻ്റെ ഒരു ഐതിഹ്യം. അപ്പോൾ തമിഴ് ഇതിഹാസം ചിലപ്പതികാരവുമായിട്ടാണ് ഈ പൊങ്കാലയ്ക്ക് ബന്ധമുണ്ട് എന്ന് ഒരു കഥ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാവേരിപ്പൂവും പട്ടണത്തിലെ ഒരു ധനികൻ്റെ മകൾ കർണകി നാട്ടുനടപ്പനുസരിച്ച് കോവലനുമായി വിവാഹം നടത്തും. സന്തോഷപൂർണമായി ജീവിതം നയിച്ച അവർക്കിടയിലേക്ക് പതിയെ പതിയെ പ്രതിസന്ധികൾ കടന്നു വന്നു. രാജസദസ്സിലെ നർത്തകിയായ മാധവിയെ പരിചയപ്പെടുന്നു കോവലൻ. അവളിൽ ആകർഷയായി തൻ്റെ പത്നിയെ വഞ്ചിക്കുന്നു. മാധവിയുമായി കോവലൻ അടുത്തു. തൻ്റെ സ്വത്ത് മുഴുവൻ അവൾക്ക് വേണ്ടി ചെലവഴിച്ചു. അപ്പോഴാണ് കൊട്ടാരത്തിൽ ഇരുവരും പാടുന്നത്. ഭാര്യയെ വഞ്ചിച്ച ഒരു ഭർത്താവിനെക്കുറിച്ച് മാധവിയും തൻ്റെ ഭർത്താവിനെ വഞ്ചിച്ച ഒരു യുവാവിനെക്കുറിച്ച് കോവലനും പാടി. അപ്പോൾ തന്നെക്കുറിച്ചാണ് പാടിയത് എന്ന് രണ്ടുപേരും തെറ്റിദ്ധരിച്ചിട്ട് അവർക്കിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങി. അപ്പോഴേക്കും കോവലൻ മനസ്സിലാക്കുന്നു, സ്വത്ത് മുഴുവൻ നഷ്ടപ്പെട്ട കോവലൻ എന്ത് ചെയ്യുമെന്നറിയാതെ തൻ്റെ സ്നേഹനിധിയായി തന്നെ മാത്രം കാത്തിരിക്കുന്ന കർണകിയെ ഓർക്കുകയും കർണകിയുടെ അടുത്തേക്ക് എത്തുകയും കോവലൻ എല്ലാ കാര്യങ്ങളും വിവരിച്ച് കർണകിയോട് പറയുകയും ഭർത്താവിനോട് ക്ഷമിച്ച് നമുക്ക് നല്ലതായിട്ട് ജീവിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഭർത്താവിനെയും കൂട്ടി മറ്റൊരു ദേശത്തേക്ക് പോയി കർണകി. പാണ്ഡ്യരാജ്യത്തിൻ്റെ തലസ്ഥാനമായ മധുരയിലേക്കാണ് അവർ താമസമാക്കിയത്. അപ്പോൾ അവിടെ ചെന്നിട്ട് കോവലനാണെങ്കിൽ ജീവിക്കാനുള്ള കാശുണ്ടാക്കാനും കഴിഞ്ഞില്ല. അതിൻ്റെ ദുഃഖം കോവലനെ വളരെയേറെ കൂടി വന്നു. അത് മനസ്സിലാക്കിയ കർണകി തൻ്റെ പക്കലുണ്ടായിരുന്ന ഒരു ചിലമ്പ്, പവിഴം പതിച്ച ഒരു ചിലമ്പ് വിൽക്കാൻ ഏൽപ്പിച്ചു. അതും കൊണ്ട് ഒരു വ്യാപാരിയെ കോവലൻ സമീപിക്കുകയും ആ സമയത്താണ് രാജ്ഞിയുടെ ഒരു ചിലമ്പ് നഷ്ടപ്പെട്ട് അവിടെ ഒരു പ്രശ്നം നടക്കുന്നത്. അപ്പോൾ ഈ ചിലമ്പ് കണ്ടപ്പോൾ സംശയം തോന്നിയ വ്യാപാരി എന്ത് ചെയ്തു, രാജാവിൻ്റെ പടയാളികളെ കോവലനെ ഏൽപ്പിച്ചു. അപ്പോൾ രാജ്ഞിയുടെ നഷ്ടപ്പെട്ട ചിലമ്പാണ് എന്ന് കരുതി കോവലനെ വധിക്കാൻ ഉത്തരവിട്ടു രാജാവ്. സമയമേറെ വൈകിട്ടും കാണാതായ കോവലനെ തേടി ഇറങ്ങിയ കർണകി നടന്ന കാര്യങ്ങൾക്കറിഞ്ഞ് കോപാകുലയായി തൻ്റെ മറ്റേ ചിലമ്പുമായി രാജകൊട്ടാരത്തിലേക്ക് എത്തുകയും രാജാവിനെ കാട്ടി. അപ്പോൾ കോവലനെ തെറ്റിദ്ധരിച്ച രാജാവ് കർണകിയോട് മാപ്പ് പറഞ്ഞു. പക്ഷേ തൻ്റെ പ്രീതമൻ നഷ്ടപ്പെട്ട കർണകി അതിന് ക്ഷമ കൊടുത്തില്ല. മധുര നഗരം വെന്ത് വെണ്ണീറായി രാജാവിനെയും രാജ്യത്തെയും ഒക്കെ ശപിച്ച് ചുട്ട് ചാമ്പലാക്കി. എന്നിട്ട് ദുഃഖം സഹിക്കവയ്യാതെ കർണകി എന്ത് ചെയ്തെന്നറിയാമോ, ചേര നാട്ടിലെത്തി. ദേവിയുടെ ക്രോധം
ക്കാൻ വേണ്ടിയിട്ട് മൺകലങ്ങളിൽ പൊങ്കാല തിളപ്പിച്ച് പൊങ്ങി ദേവിക്ക് സമർപ്പിച്ചു, തൃക്കാൽ വച്ച് സമർപ്പിച്ചു. അപ്പോൾ അതാണ് ഒരു ഐതിഹ്യമായിട്ട് പറയുന്നതും. ആറ്റ്യാലമ്മയ്ക്ക് കാപ്പ് കെട്ടി കുടിയിരുത്തിയ ശേഷം ആ പാട്ടിൽ പാടുന്നത് ഈ ചിലപ്പതികാരത്തിലെ കർണകിയുടെ കഥയുമാണ്. അപ്പോൾ ഇതാണ് ആറ്റ്യാലമ്മയുടെ പൊങ്കാല മഹോത്സവമായി എല്ലാവരും ആചരിച്ചു വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കഥയുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ നമ്മുടെ ഒരു ആത്മസമർപ്പണം, നമ്മുടെ പ്രാർത്ഥനയുടെ ഈ 5-ാം തുടക്കം, അമ്മയ്ക്ക് കാപ്പ് കെട്ടുന്ന അന്ന് മുതൽ തന്നെ എല്ലാവരും വ്രതമെടുത്ത് പ്രാർത്ഥിച്ച് പൊങ്കാലയിട്ട് എല്ലാ പേർക്കും അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ച് ഇതിൽ പറഞ്ഞതുപോലെ ആത്മസമർപ്പണം ചെയ്യാൻ കഴിയട്ടെ. അത് അമ്മ ഏറ്റ് എല്ലാവർക്കും അതിൻ്റേതായ നന്മകൾ വരട്ടെ. വൃത്തിയോടും വെടുപ്പോടും ഭക്തിയോടും നല്ല രീതിയിൽ എല്ലാവരും പൊങ്കാല സമർപ്പിക്കുക. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഞാൻ. എല്ലാവരും ഇത് കണ്ടും കേട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ്, ലൈക്ക്, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നവരെ ബായ്.